നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് സുഭാഷിന് വേണ്ടിയിട്ട് മാട്രിമോണി സൈറ്റിൽ നിന്ന് പുതിയൊരു ആലോചനയൊക്കെ നിധി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് കൊണ്ടുവന്ന ആലോചന ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറൊരു പെൺകുട്ടി ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ എന്താണോ അവരൊരു കാര്യം തീരുമാനിച്ചു. നിധിയൊക്കെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി കാണുന്നില്ല. പെൺകുട്ടിയുടെ ഒരു കോഫി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. സുഭാഷ് ചേട്ടനെ കണ്ട് പരസ്പരം സംസാരിച്ച് അവരിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീട്ടുകാരുമായിട്ട് ഒരാലോചനയായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ, വെറുതെ നാണം കെട്ട കാര്യമില്ലോ എന്നൊക്കെ അവർ ചിന്തിച്ചു. അങ്ങനെ സുഭാഷിനോട് ഒടുവിൽ കാര്യം പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മാട്രിമോണി സൈറ്റിൽ നോക്കി ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ പോകുന്ന കാര്യമൊക്കെ പറയാം. സുഭാഷ് ആദ്യം സമ്മതിച്ചില്ല. പിന്നീട് സുഭാഷ് പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറയണം. പിന്നീട് നിധി ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കോഫി ഷോപ്പിലേക്ക് വരും, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, അവിടെ വെച്ച് കാണാം, കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഒടുവിൽ സുഭാഷ് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നിധി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നികേഷും കൂടെ വരട്ടെ എന്ന് പറയണം, തനിച്ച് പോകണ്ടല്ലോ. അപ്പം നികേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഏട്ടത്തിയമ്മയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും, ഞാൻ വരാമെന്ന് പറയാം, നിങ്ങൾ ആരും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അവരോട് സംസാരിക്കാനൊന്നും അറിയത്തില്ലായിരിക്കും. നികേഷ് പറഞ്ഞു അതിന് സുഭാഷ് ചേട്ടനും ആ പെൺകുട്ടിയും തമ്മിലല്ലേ സംസാരിക്കുന്നേ, അതിന് സുധീഷ് ചേട്ടൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ സുധീഷ് സമ്മതിച്ചില്ല. ഒടുവിൽ സുധീഷും കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സുധീഷും നികേഷും സുഭാഷും നിധിയും കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഒരു കോഫി ഷോപ്പിലേക്ക് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ പെൺകുട്ടി വരുവാണ്. ആ പെൺകുട്ടിയുടെ കൂടെ വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. ആ സമയം നികേഷ് ചോദിച്ചു അല്ല നിധിയേച്ചി അതാരായിരിക്കും, അവളുടെ കൂടെ ആരോ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മളെപ്പോലെ തന്നെ ബ്രദർ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ സുഭാഷേനോട് വന്നിട്ടില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും അവളുടെ കൂടെ വന്നിരിക്കുന്ന സഹോദരനായിരിക്കും, തനിച്ച് വിടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്ത് വന്നിരുന്നു. ആ സമയം നിധി പരിചയപ്പെടുത്തുകയാണ്, എൻ്റെ പേര് നിധി, ഇത് സുഭാഷ് ചേട്ടൻ. സുഭാഷിനെ നോക്കിയ പെൺകുട്ടി. പിന്നെ ഇത് നികേഷ് എൻ്റെ അനുജന. പിന്നെ ഈ ഇരിക്കുന്ന സുധീഷിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവാന്ന് പറയണം. സുധീഷിന് ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടു, ഭർത്താവാന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയാ, താൻ എത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് സുഭാഷിനോട് അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നിധി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിക്കുക, മാറിയിരുന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറത്തെ ഒരു ടേബിളിലേക്ക് നിധി അവരോട് പോയി ഇരിക്കാൻ പറഞ്ഞു. സുഭാഷിന് ആകെപ്പാടെ ഒരു വെപ്രാളമായിരുന്നു. സുഭാഷ് അവരോടും കൂടെ ചെല്ലാൻ പറഞ്ഞപ്പം നിധി പറഞ്ഞത് അവരാരും വരുമൊന്നും വേണ്ട, സുഭാഷിനെ തനിച്ച് വേണം പോയി സംസാരിക്കാൻ. അങ്ങനെ സുഭാഷ് അങ്ങോട്ട് പോയി. ഈ സമയത്ത് ആ പെൺകുട്ടി എഴുന്നേറ്റു, ഒപ്പം ആ പയ്യനും കൂടെ എഴുന്നേക്കുവാണ്. അല്ല നിങ്ങൾ എന്തിനാ പോകുന്നേ? അതെ ഞാനില്ലെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി. ആ സമയം നികേഷ് ചോദിച്ചു അല്ല അവൻ എന്തിനാ കൂടെ പോയെന്ന് ചോദിച്ചു. അത് പിന്നെ സഹോദരന്, പക്ഷെ സഹോദരനാണെന്നും എനിക്ക് തോന്നില്ല എന്ന് സുധീഷ് പറഞ്ഞു. കണ്ടിട്ട് എന്തോ ഒരു തോന്നില്ല. അല്ല അവർക്ക് തനിച്ച് സംസാരിക്കാനല്ലേ നമ്മൾ സമയം കൊടുത്തേ, അപ്പം പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് പോയി കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു അയാൾക്ക് എന്നൊക്കെ ഇങ്ങനെ സുധീഷ് ആരോടൊന്നില്ലാതെ പറയണം. അവരിങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുക, എന്തായി തീരുമെന്ന് അറിയത്തില്ല. സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു ടെൻഷൻ നിധിക്കും ഉണ്ടായിരുന്നു. പിന്നീട് സുഭാഷിനോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ആ പയ്യന് ചോദിച്ചു നീക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും, പിന്നെ മാസ വരുമാനം എത്രയാന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അത് പണി പോലെ ഇരിക്കും, ചില ദിവസം പണി കാണത്തില്ല, ചില പണി തിരക്കുള്ള സമയത്താണെങ്കിൽ കുറച്ച് രൂപ കൂടുതൽ കിട്ടും, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. സുഭാഷ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ് മറുപടി പറയണത്. ഇതേ സമയത്ത് സുധീഷൊക്കെ നോക്കുവാണ്. എന്തോ അവർക്ക് അത്രങ്ങൾ പിടിക്കുന്നുണ്ടായിരുന്നില്ല. നിധിയോട് പറഞ്ഞു ആ ചെക്കൻ്റെ ഇരിപ്പും മട്ടും ഭാവം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ലോ, കണ്ടോ അവളുടെ അടുത്തുള്ള പെരുമാറ്റം, എന്താണെങ്കിലും അവളുടെ ബ്രദർ ആണെന്നും തോന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു ഞാനൊരു കാര്യം നോക്കട്ടെ, അവളുടെ പ്രൊഫൈലൊന്ന് നോക്കട്ടെ, അവളുടെ സഹോദരൻ മറ്റാണെന്ന് അപ്പം നമുക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സുധീഷ് ഇങ്ങനെ ആലോചിക്കുവാണ് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും അവർക്കുള്ള കോഫി കൊണ്ടേ കൊടുക്കുകയാണ്. വീട്ടിൽ അങ്ങനെ കോഫിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് കോഫിയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പം മറ്റൊരു കോഫിയൊക്കെ കുടിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് ചോദിച്ചു അല്ലെ ഈ കൂടെയുള്ള ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു അത് എൻ്റെ ബെസ്റ്റിയാന്ന് പറയണം. ബെസ്റ്റിയോ? ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സുഭാഷിന് മനസ്സിലായില്ല. അപ്പോഴേക്കും ബെസ്റ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ബെസ്റ്റി എന്താണെന്ന് അറിയത്തില്ലേ. പിന്നീട് ആ പെൺകുട്ടിയോട് പറഞ്ഞു ബെസ്റ്റി എന്താണെന്ന് പോലും അറിയത്തില്ല, ഭയങ്കര പഴയതാണെന്ന് തോന്നല്ലോ, ഓൾഡാണെന്നല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യുകയാണ് സുഭാഷിനെ, നല്ല രീതിയിൽ തന്നെ. കാരണം സുഭാഷ് സത്യസന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സുഭാഷിനെ കളിയാക്കുന്ന രീതിയിലുള്ള ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ. സുഭാഷിനൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലാത്തൊരു ആളാണ്
ഒത്തിരി പഴയ കാലത്തെ ഒരു മനുഷ്യ, അങ്ങനെ ആ ചിന്താഗതികളും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ രീതിയിൽ കളിയാക്കലുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുഭാഷൊന്നും പറയാനൊന്നും പോയില്ല. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെയാണ് കൊടുത്തത്. ഈ സമയം സുധീഷ് എന്ത് ചെയ്തു, അവർക്ക് കോഫി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സുധീഷ് പോയി വെയിറ്ററോട് കോഫി തരാൻ പറയണം. അങ്ങനെ കോഫി കൊടുത്തു. അങ്ങനെ സുധീഷ് ആ ട്രേ ആയിട്ട് അങ്ങോട്ട് വന്ന് നിധിക്കും അവർക്ക് കോഫി കൊടുക്കുകയാണ്. പിന്നീട് നിധിയോട് കോഫി എടുത്ത് കുടിക്കാൻ പറഞ്ഞു. നിധി കുടിച്ചോളാന്ന് പറഞ്ഞു. കുടിക്കാൻ സുധീഷ് നിർബന്ധിക്കുകയാണ്. അപ്പോഴാണ് നിധി ആ ഗ്ലാസ്സിനകത്തേക്ക് നോക്കുന്നത്. കാരണം ആ ചായക്കകത്ത് ഒരു ലൗച്ചിന് പാലും കൊണ്ട് ഇങ്ങനെ ലൗച്ചിനും ഉണ്ടായിരുന്നു. നിധിയും ട്യൂഷനായിട്ടും നോക്കി. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അയ്യോ ഇത് ഞാൻ ചെയ്തൊന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ അവർ തന്നു വിട്ടാന്ന് പറഞ്ഞു. നിധി അപ്പുറം നികേഷിൻ്റെ ക്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമില്ല. നിധി എന്ത് ചെയ്തു, അവിടെ ഇരുന്ന ഒരു സ്ട്രോ എടുത്തിട്ട് അത് പതുക്കെ അങ്ങോട്ട് ഇടയ്ക്ക് കളയണം. നശിപ്പിച്ചു. ഒരു ലവച്ചിൻ്റെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചേച്ചി കൊണ്ടേ കൊടുത്താണ് ചായക്കകത്ത്, അതും പോയി എന്നൊക്കെ സുധീഷ് മനസ്സിൽ വിചാരിച്ചു. അതേ സമയത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിനോട് ആ പെൺകുട്ടി പറഞ്ഞു, ശരി എന്നാൽ നമുക്ക് പോയാലെന്ന് പറഞ്ഞു. ശരി പോയേക്കാന്ന് പറയണം. അങ്ങനെ അവരെന്ത് ചെയ്തു, അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. നിധിയോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയം സുഭാഷിനോട് നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടാ നമുക്കിനി കാറിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരികെ കയറി വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ സുഭാഷൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ പെൺകുട്ടിയാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്ക് പരസ്പരം ഇഷ്ടമാണോ എന്നൊന്നും കാര്യങ്ങളൊന്നും. പിന്നീട് കാറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിനോട് സുധീഷ് ചോദിച്ചു, സുഭാഷ് ഏട്ടാ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ, എന്നിട്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. സുഭാഷ് പറഞ്ഞു, അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല സംസാരിച്ചില്ലേ ശരിക്കും. സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു അവള്? അല്ല അത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അല്ല ആ പെണ്ണിനേക്കാളും കൂടുതൽ സംസാരിച്ച ആ പെണ്ണിൻ്റെ അവനാണല്ലോ കൂടുതൽ സുഭാഷിനോട് സംസാരിക്കുന്നത് കേട്ടേന്ന് ചോദിച്ചു. സുഭാഷ് ഞാൻ അതേന്ന് പറയണം. സുധീഷ് ചോദിച്ചു, അതാരാ? അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആരാന്ന് ചോദിച്ചു. ബ്രദറാ മറ്റോ ആണോ സഹോദരനാണോ എന്ന് ചോദിച്ചു. ഞാനതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പം എന്നോട് എന്തോ ഒന്ന് പറഞ്ഞു. എന്താ ഫ്രണ്ടാന്നാണോ പറഞ്ഞത്? ഫ്രണ്ടല്ല വേറെന്തോ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു. അല്ല എന്താ പറഞ്ഞതെന്ന് നിധി ചോദിച്ചു. അത് പിന്നെ ബെസ്റ്റി എന്നോ മറ്റോ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷൊക്കെ ഒരു നിമിഷം അന്തം വിട്ടുപോയി. സുധീഷ് ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാ പറഞ്ഞ ബെസ്റ്റീന്നോ? അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഉറപ്പാണോ എന്ന് ചോദിച്ചു. അതേടാ ഞാനിതിനെ കള്ളത്തരം പറയണേ, അങ്ങനെയാന്ന് പറഞ്ഞു. ഒരു നിമിഷം സുധീഷൊക്കെ വല്ലാതായിപ്പോയി. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുഭാഷിനെ അറിയില്ലല്ലോ ഈ ബെസ്റ്റി ആരാന്നുള്ള കാര്യം. അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറയടാ, ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ആരാ? ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടല്ല, ഫ്രണ്ടിന് മേലെ ബോയ് ഫ്രണ്ട് പോലെ തന്നെ ബോയ് ഫ്രണ്ട് താഴെ. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുഭാഷിന്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷിനോട് ചോദിച്ചപ്പോൾ നികേഷ് പറഞ്ഞു, അത് പിന്നെ സുഭാഷ് ഏട്ടാ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു ചെക്കന്മാരെ കൂടെ വെച്ചുകൊണ്ട് നടക്കും, അതിനാ ബെസ്റ്റി എന്ന് പറയുന്നത്. അതിനിപ്പോൾ എന്തെന്നാ പറയുന്നത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. നിധിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. നിധി പെട്ടെന്ന് ആ പെണ്ണ് പ്രൊഫൈൽ എടുത്ത് നോക്കണം. അപ്പോഴാണ് ആ ചെക്കന് ഒന്നിച്ച് ഒത്തുള്ള കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടത്. അത് നികേഷിനെ കാണിച്ചു. നികേഷ് സുധീഷിനെ കാണിക്കുകയാണ്. സുഭാഷ് ചോദിച്ചു, എന്താടാ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് ചോദിച്ചു, അല്ല സുഭാഷിയാണ് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എടാ സാധാരണ ഏത് പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറയാറുള്ളതാ. പക്ഷെ എനിക്കെന്തോ അവളുടെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സുധീഷ് പറഞ്ഞ നല്ല കാര്യം. ഇഷ്ടപ്പെടാത്ത എന്താണല്ലോ ഈ ആലോചന നമുക്ക് വേണ്ട സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. സുഭാഷിന് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അവർ ആ ആലോചന വേണ്ടെന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് സുഭാഷ് പിന്നെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുകയാണ്. അപ്പം നിധി സുഭാഷിനോടൊപ്പം ചേർന്നു ജോലി ചെയ്യാനായിട്ട്. സുഭാഷ് പറഞ്ഞു, മതി മോളെ നീ പോയിക്കോളാൻ പറയണം, ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. വേണ്ട സുഭാഷ് ഏട്ടാ ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിനെ കുറെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നിധി ഹാളിലേക്ക് വരുമ്പം സുധീഷും ഹരീഷും നികേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പെണ്ണിനെ കാണാൻ പോയ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് പറയണേ. അപ്പം ബെസ്റ്റിയുടെ കാര്യം പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല എന്താ എല്ലാവരും കൂടെ ചിരിക്കണേ? അത് പിന്നെ ഹരീഷിനോട് ഞങ്ങൾ ബെസ്റ്റിയുടെ കാര്യം പറഞ്ഞ പ്രായത്തിലുള്ളതൊക്കെയാ, പക്ഷെ എന്ന് പറഞ്ഞാലും ഇവനാണ്ടേ ബെസ്റ്റ് ആരെ എന്താണെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഹരീഷിനെ ഒന്ന് നോക്കണം. ഹരീഷ് പറഞ്ഞു, അത് പിന്നെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല നിധി അടുത്തെന്ന് പറഞ്ഞു. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, എടാ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞുണ്ടല്ലോ ഫ്രണ്ടല്ല, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടും അല്ല, പക്ഷേ ചില സമയത്ത് ഫ്രണ്ടായിരിക്കും, ചില സമയത്ത് ബോയ് ഫ്രണ്ടും ആയിട്ട് മാറും. അങ്ങനെയാണ് അവർ തമ്മിലൊരു ബന്ധം എന്ന് പറഞ്ഞു. അത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലൊരു ബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് ഉറപ്പായിട്ടും ആ പെൺകുട്ടി വേണ്ട. സുഭാഷാണ് അങ്ങനെ ഒരു പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോഴത്തേനും ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. ആ സമയത്താണ് സുനന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. അടുക്കളയിലായിരുന്ന സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട്
സുഭാഷ് ചേട്ടാന്ന് വിളിക്കുകയാണ്. ആ വിളിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് ഒരു ഞെട്ടലോട് നോക്കുകയാണ്. സുനന്ദയെ കണ്ടുകഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് ചാടി എഴുന്നേറ്റു. സുധീഷ് ചാടി എഴുന്നേറ്റിട്ട് അങ്ങ് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞാൻ സംസാരിക്കാൻ ഇവിടെ ഇരിക്കാൻ പറയണം. ഇപ്പം ഇവൾ ഇങ്ങോട്ടേക്ക് വന്നു, ഇവളുടെ പിന്നാലെ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ വരും, എന്നിട്ടോ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ കാരണമാണ് ഇവൾ ഈ വീട്ടിലേക്ക് വരുന്നതെന്ന്, പിന്നെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും അങ്ങനെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും. മര്യാദയ്ക്ക് ഈ വീട് വിട്ടു പോയിക്കോ, അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, എൻ്റെ പിന്നാലെ ആരും വരാൻ പോകുന്നില്ല, അവരൊന്നും വീട്ടിലില്ലാത്ത സമയത്താ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എന്നാലും സുനന്ദ നീ വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, പോയിക്കോ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതെ, എനിക്കവിടെ വെറുതെ ഇരുന്ന സമയത്ത് സുഭാഷ് ചേട്ടനെ കാണാൻ തോന്നി, ഒന്ന് സംസാരിക്കാനൊക്കെ തോന്നി. അത് വേണ്ട, അത് ശരിയാകത്തില്ല സുനന്ദേ, നമ്മൾ തമ്മിൽ ഒരിക്കലും ശരിയാകത്തില്ല. അറിയാലോ, നിന്റെ വീട്ടുകാർക്ക് അതിന് താല്പര്യമില്ല. സുഭാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് സുനന്ദയെ. സുനന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴാണ് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരൻ കണ്ടത്, നീയോ? നിന്നോട് ആദ്യ പറഞ്ഞ് ഇങ്ങോട്ട് കയറാനായിട്ട് നിന്നോട് പലവട്ടം പറഞ്ഞല്ലേ ഈ മുറ്റത്ത് കാല് കുത്തല്ലെന്ന്, മര്യാദയ്ക്ക് കടന്നു പോയിക്കോളാന്ന് പറഞ്ഞു. അത് പിന്നെ അമ്മാവൻ, ഞാൻ ആരുടെ അമ്മാവൻ? ഒരക്ഷരം മുഴുവൻ മിണ്ടിയേക്കരുത്. നിന്റെ വീട്ടുകാര് എന്നെ അംഗീകരിക്കുന്നില്ല, പിന്നെ നിന്നെ ഞങ്ങൾ അംഗീകരിക്കണില്ല, ഒരു കാരണവശാലും ഇല്ല. എൻ്റെ മക്കൾ അവിടെ പെണ്ണ് ചോദിച്ചു വന്നു കഴിഞ്ഞപ്പം നീക്ക് എന്താ കാണിച്ചു കൂട്ടി വെച്ചേ? അവരെ ആട്ടി ഇറക്കിയില്ലേ? അത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ? അതുകൊണ്ട് വെറുതെ ഒന്നും വിടത്തൊന്നുമില്ല, മര്യാദയ്ക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ മിണ്ടാതെ പോകാനില്ല നിന്നോട് പറഞ്ഞ, ഇനി ഇവിടെ നിന്നിട്ടുണ്ടല്ലോ തിളച്ച വെള്ളം ഞാൻ മുഖത്തൊഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യപ്പെടുവാണ്. ഒടുവിൽ സുനന്ദ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഭാസ്കരൻ തിരികെ അങ്ങോട്ട് പോയി. നിധിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല. സുനന്ദയ്ക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം, സുഭാഷിനും ഇഷ്ടമാണ്. പക്ഷെ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നിധി മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.